ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് പാലാരിവട്ടം മെയിൻ സിവിൽ റോഡിൽ നിന്നും വെറും 1 മിനിറ്റ് ദൂരത്തിൽ, അതേപോലെ തന്നെ പടമുള ജംഗ്ഷനിൽ നിന്നും പാലച്ചോട് പോകുന്ന മെയിൻ റോഡിൽ നിന്നും വെറും 30 സെക്കൻഡ് ദൂരത്തിലായിട്ട് ഒരു 14 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ഈ പുറകിൽ കാണുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പൊ എല്ലാവർക്കും കൊച്ചി ഹോംസിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഈ കാണുന്നതാണ് 14 സെന്റ് സ്ഥലം. ഒരു വീടും ഉണ്ട് അതിനകത്ത്. നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്ന മെജോറിറ്റി വീഡിയോസിലും എല്ലാത്തിലും പ്ലോട്ടും അതേപോലെ തന്നെ ഒരു വീടും പരിചയപ്പെടുത്തുന്നുണ്ട്. വീടിന് പൈസ കൂട്ടുന്നേ ഇല്ല, സ്ഥലത്തിന്റെ കാശ് മാത്രമേ കൂട്ടുന്നുള്ളൂ. അപ്പോൾ അകത്തേക്ക് പോവാ, ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. ആദ്യമായിട്ട് കൊച്ചി ഹോംസിന്റെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ. നല്ല നല്ല പ്രോപ്പർട്ടീസ് നമ്മൾ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 20 ലക്ഷം രൂപയാണ് ഒരു സെന്റിന് ചോദിക്കുന്നത്. കാക്കനാട് പാലാരിവട്ടം മെയിൻ സിവിൽ ലൈൻ റോഡിൽ നിന്നും വെറും 1 മിനിറ്റ് ദൂരമേ ഉള്ളൂ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക്. വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക്. മെയിൻ റോഡ് ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 50 ലക്ഷം രൂപ വരെ സ്ഥലത്തിന് വിലയുണ്ട്. നമ്മുടെ ഈ പ്രോപ്പർട്ടി സെക്കൻഡ് പ്ലോട്ട് ആയതുകൊണ്ട് 20 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ സെന്റിന് ചോദിക്കുന്നത്. ചെറിയ രീതിയിലൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന വീട് അത്യാവശ്യം വെൽ മെയിൻറ്റൈൻ ആയിട്ടുള്ള വീടാണ്. ഒരു 1-2 ലക്ഷം രൂപ ഒന്ന് പ്രോപ്പറായിട്ട് ചെലവായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ താമസിക്കാനും വാടകയ്ക്ക് കൊടുക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു വീടും ഈ പ്രോപ്പർട്ടിയിലുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുറിച്ചു കൊടുക്കാനും പറ്റും. 7 സെന്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചു കൊടുക്കാനും പറ്റും. ഈ പറയുന്ന പ്ലോട്ടേക്ക് വരുന്ന ഈ റോഡ് കഴിച്ചിട്ട് 7 സെന്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചു കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 സൈഡ് ഇതിന് റോഡ് വരുന്നുണ്ട്. ആ കാണുന്ന മതിൽ കണ്ട, ആ മതിലിന്റെ തൊട്ടപ്പുറത്ത് റോഡാണ്. ഇതിപ്പോ ഒറ്റ കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ വാള് കെട്ടിയിരിക്കുന്നത്. നമുക്ക് അവിടെ ഒരു കോമ്പൗണ്ട്, ഒരു ഗേറ്റ് വെച്ചാൽ അപ്പുറത്തേക്കും റോഡുണ്ട്. നമുക്ക് അതിലേക്ക് ഇറങ്ങി വന്നാൽ ആ റോഡിൽ നിന്നും നമുക്ക് എൻട്രൻസ് ലഭിക്കുന്നതാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എറണാകുളം ജില്ലയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിന് താല്പര്യമുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ വീട് വെക്കാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ 14 സെന്റ് സ്ഥലം എല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അത്യാവശ്യം നല്ല നല്ല പ്രൈം ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു ലോക്കൽ ഏരിയ ആണ് നമ്മുടെ ഈ പറയുന്ന ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഇതിൽ നിന്നും വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. കാക്കനാട് ഇൻഫോ പാർക്കിലേക്കാണെന്നുണ്ടെങ്കിൽ വെറും 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്നുള്ളത്. എടപ്പള്ളിയിലേക്കാണെന്നുണ്ടെങ്കിൽ വെറും 3.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ളത്. പാലാരിവട്ടത്തേക്കും 3.5 കിലോമീറ്റർ ഡിസ്റ്റൻസ്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണെന്നുണ്ടെങ്കിൽ 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ളത്. തൊട്ടടുത്തുള്ള ആരാധനാലയങ്ങൾ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ തരത്തിലുള്ള ആരാധനാലയങ്ങളും ഇതിന്റെ ചുറ്റുവട്ടത്തുണ്ട്. പടമുകൾ ജുമാ മസ്ജിദ്, അതേപോലെ തന്നെ ചർച്ചുകൾ, 2-3 ചർച്ചുകൾ നമ്മുടെ ഈ പറയുന്ന പ്ലോട്ടിന് ചുറ്റുവട്ടത്തായിട്ടുണ്ട്. അമ്പലവും ഈ പറയുന്ന രീതിയിൽ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഈ വീഡിയോ കാണുന്ന എറണാകുളം ജില്ലയിൽ അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് 1-2 കാര്യം കൂടി പറഞ്ഞുതരാം. ഇൻവെസ്റ്റ്മെന്റിനോ വീട് പണിയുവാനോ പ്രൈം ലൊക്കേഷൻസിൽ പണിയുവാനോ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തൊരു 2-3 കൊല്ലം കൊണ്ട് ഇവിടെ പ്രൈസ് ഹൈക്കിങ് ഭയങ്കരമായിട്ട് കൂടും. എന്താണെന്ന് വെച്ചാൽ അടുത്ത 2-3 വർഷത്തിൽ നമ്മുടെ ഈ പ്രൊജക്ട് മെട്രോയുടെ വർക്ക് പാലാരിവട്ടത്തു നിന്നും ഇൻഫോ പാർക്കിലേക്കുള്ള മെട്രോയുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും ഒരു 2-3 വർഷം കൊണ്ട്. മെട്രോ സ്റ്റേഷനിൽ നിന്നും എല്ലാവരും ഊന്നി ചോദിക്കുന്ന കാര്യമാണ് തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ഏതാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഈ മെട്രോ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഭയങ്കരമായിട്ട് ഹൈക്ക് കൂടാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ പടമുകൾ എന്ന് പറയുന്ന ഏരിയ. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും, അതായത് ഞാൻ പറയണമെന്ന് വെച്ചാൽ എടപ്പള്ളിയിലേക്ക് വളരെ ചുരുക്കം ദൂരത്തിൽ നമുക്ക് 2-3 ഷോർട്ട് കട്ട്സിൽ പോയി കഴിഞ്ഞാൽ വളരെ നിസാര കിലോമീറ്ററിൽ എടപ്പള്ളിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പാലാരിവട്ടത്തേക്ക് എല്ലാവർക്കും അറിയാം, പാലാരിവട്ടം ഒരു മെയിൻ ഏരിയ ആണെന്നുള്ളത്. പാലാരിവട്ടത്തേക്ക് വെറും 3.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത്. വൈറ്റ്ല ഹബിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഒരു വെണ്ണല ഷോർട്ട് കട്ട് പാലച്ചോട് വഴി പോയി കഴിഞ്ഞാൽ 3-4 കിലോമീറ്ററിൽ വെണ്ണലയും താണ്ടി നമുക്ക് വൈറ്റ്ലയിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അതേപോലെ തന്നെ കളമശ്ശേരി നിങ്ങൾക്ക് അറിയാൻ പറ്റും, മെഡിക്കൽ കോളേജ് ഉള്ളതുകൊണ്ട് അതും അത്യാവശ്യം പ്രൈമായിട്ടുള്ള ഏരിയ ആണ്. അവിടത്തേക്ക് വെറും 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്നുള്ളത്. കലൂര്, അതേപോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്ക്, അതേപോലെ തന്നെ NGO ക്വാർട്ടേഴ്സ്, അവിടത്തേക്ക് വെറും 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്നുള്ളത്. ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ എറണാകുളം ജില്ലയിൽ പുറത്തുള്ളവരായിക്കോട്ടെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ടൈമാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 20 ലക്ഷം രൂപ പെർ സെന്റിനെ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വീട് പണിയുവാനോ പ്രോപ്പർട്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ
കറന്റ്ലി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ വീട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് താമസിക്കാനും പറ്റും. ഇപ്പോൾ ഇത് റെന്റിന് കൊടുത്താൽ 50,000 രൂപ വരെ വാടക ലഭിക്കും ഈ വീടിന്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 20 ലക്ഷം രൂപ പെർസെന്റിന് ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന പ്രോപ്പർട്ടി അല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഇടുന്ന പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. നല്ല നല്ല പ്രോപ്പർട്ടിയുമായിട്ട് നാളെ കാണാം. ബൈ.